തൃശൂരിൽ വ്യാജ വോട്ട് ചേർത്തതിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ പഴിചാരി ബി.ജെ.പി നേതാവ് വി മുരളീധരൻ. ഡ്രൈവർ അജയ്കുമാറിന്റെ പേര് തൃശൂരിൽ വന്നതിന് മറുപടി പറയുന്നത് അദ്ദേഹം തന്നെയാണ്. എന്തുകൊണ്ട് വിഷയത്തിൽ കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ പരാതി കൊടുത്തില്ല? 11 കള്ളവോട്ടാണെങ്കിലും 70,000 ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയുടെ ജയം ഇല്ലാതാകുമോ എന്നും വി മുരളീധരന്റെ വിചിത്ര മറുപടി. ഞാൻ ചോദിക്കട്ടെ, ഈ അല്ല അങ്ങനെ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ആ ആളല്ലേ പറയണ്ട്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റുക? ആരാ ഇതാ പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്ക് വേണേൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. മുഖ്യഭരണാധികാരിയായിരുന്ന ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥനല്ലേ എന്നാണ് വി മുരളീധരന്റെ ചോദ്യം. ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രേക്ഷകർ, ഈ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് രാജ് മിനിസ്ട്രിയിൽ ഡയറക്ടറായി ജോലി ചെയ്യുകയാണ്. അതുകൂടി ശ്രദ്ധയിൽ വേണം.